വയനാട് ദുരന്ത സമയത്ത് പിരിച്ച പണം അതിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. വയനാട് ദുരന്തം കേരളത്തിൻ്റെ സമീപഭൂതകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്, വൻ ദുരന്തം. എല്ലാ മലയാളികളെയും കരയിപ്പിച്ച വൻ ദുരന്തമാണ് ഉണ്ടായത്. കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിനിടയിൽ ഒരു ഭൂപ്രദേശം ഇല്ലാതെയായി. നൂറുകണക്കിന് മനുഷ്യർ ഇരകളാക്കപ്പെട്ടു. ചതഞ്ഞരഞ്ഞ മൃതശരീരങ്ങൾ, ശരീരഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ അനാഥമായി ഒഴുകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. നമ്മുടെ നാട് കണ്ണീരണിഞ്ഞ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിനിരയായവരിൽ പലരുടെയും മൃതശരീരം പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നാടാകെ തകർന്നുപോയി. ആ ഘട്ടത്തിലാണ് പല സംഘടനകളും തങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം പിരിക്കാനാണ് കോൺഗ്രസും പോഷക സംഘടനകളും ശ്രമിച്ചത്. വൻതോതിലുള്ള പണപ്പിരിവാണ് നടത്തിയത്. അതിന് പ്രത്യേകമായ ഒരു ആപ്പ് തന്നെ ഡിസൈൻ ചെയ്തു. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും എന്നായിരുന്നു വാഗ്ദാനം. അത് സംബന്ധിച്ച് നമ്മൾ പലതവണ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് നൽകുന്നതിന് ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറായില്ല. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോഴാണ് അവസാനം തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് സാങ്കേതിക നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെ, വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ട്, ഞാനതിപ്പോഴൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല, 3 ഏക്കറയോ മറ്റോ സ്ഥലം വാങ്ങി എന്ന് പറയുന്നു. ഇവർ വാഗ്ദാനം ചെയ്ത വീടുകൾ വെച്ചു കൊടുക്കാൻ ആ സ്ഥലം മതിയോ എന്ന ചോദ്യമെല്ലാം പ്രസക്തമാണ്. എന്തുമാവട്ടെ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ എന്നാണ് സാധാരണ ജനം കരുതിയിട്ടുണ്ടാവുക. വലിയ ആഘോഷപൂർവം തറക്കല്ലിട്ടു. കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അക്കല്ലല്ലാതെ അതിനു മുകളിൽ ഒരു നിർമ്മാണം നടക്കുമെന്ന പ്രതീക്ഷ പലരും അന്ന് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി അന്ന് പറഞ്ഞത് 10 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാവുമെന്നാണ്. അദ്ദേഹം പറയുന്ന വാക്കിന്റെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആരും വലിയ വ്യാമോഹം വെച്ച് പുലർത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം പറയുന്നു അവിടെ പണി തുടങ്ങി. അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ പറയാനാവുന്നു എന്നതാണ് പ്രധാനം. അവിടെ സ്ഥലത്ത് പോയി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പണിയും തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടിക്കൊണ്ടൊരു അപേക്ഷ പോലും തദ്ദേശ സ്ഥാപനത്തിന്റെ മുൻപാകെ വന്നിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു കെട്ടിടം കേരളത്തിൽ നിർമ്മിക്കണമെങ്കിൽ അതിന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുമതി വാങ്ങണം, രേഖാമൂലമുള്ള അനുമതി വാങ്ങണം. അനുമതി വാങ്ങണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വിശദമായ പ്ലാൻ ഉൾപ്പെടെ സമർപ്പിക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അതിനായി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്നത്. ഇത്രമാത്രം വൈകിയതെന്തെന്ന ചോദ്യത്തിന് ഇന്നലെയും ആവർത്തിച്ചിട്ടുള്ള മറുപടി, സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരുമെന്ന് കരുതി കാത്തിരുന്നു, സർക്കാർ ഭൂമി തന്നില്ല എന്നാണ്. സർക്കാരിനോട് ഭൂമി വേണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? അങ്ങനെ ഒരു ആവശ്യമേ ഉയർന്നിട്ടില്ല എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഭൂമി കൊടുക്കും എന്ന് എപ്പോഴാണ് സർക്കാർ പറഞ്ഞത്? ഭൂമി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. ഭൂമി വേണമെന്നാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ന്യായമായി ഉന്നയിക്കുകയാണ്. വൈകിയതിന് ന്യായം കണ്ടെത്തുകയാണ്. തുടങ്ങാത്ത പണി തുടങ്ങി എന്ന് കള്ളം പറയുകയാണ്. ഞാനിവിടെ അതിനെ വിമർശിക്കാനല്ല ഉദ്ദേശിച്ചത്. നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തം, ഇന്ന് വരെ നാം കേട്ടിട്ടില്ലാത്ത വൻ ദുരന്തം, നമ്മുടെ കൂടപ്പിറപ്പുകളായ മനുഷ്യർ കൊല്ലപ്പെട്ട, ഒരു നാടാകെ തകർന്നു പോയ, നാട് വിറങ്ങലിച്ചു പോയ ഒരു ദുരന്തം. ആ ദുരന്തത്തെ അവസരമാക്കി കണ്ട് പണം പിരിച്ച് അത് മോഷ്ടിക്കുക എത്ര മനുഷ്യത്വരഹിതമായൊരു കാര്യമാണത്. മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റ് പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ.
അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ്. അവരുടെ കൊടുഭാഷയിൽ ശവം തൂക്ക് എന്നാണ് പറയുക. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി? അതെന്തുകൊണ്ടാ പറയാത്തത്? ആ തുക ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? ഇപ്പൊ വലിയ തുക കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ബാങ്കിൽ നിക്ഷേപിക്കണമല്ലോ. ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ തുക? പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചുവെന്ന്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, എത്ര തുക കിട്ടി, ഇത് പറയാൻ എന്താ മടി? ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ലേ? വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് പിരിച്ചതല്ലേ? പൊതു ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്ര പിരിച്ചുവെന്നും ഏത് അക്കൗണ്ടിലാണ് എന്നും തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. ആ പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടുമുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഇത് പറയാൻ എന്താ മടി? ഇപ്പൊ അതിൽ തന്നെ എത്ര തുക പിരിച്ചെന്നും ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചത്, ഏത് അക്കൗണ്ടിൽ, ബാങ്ക് വേണ്ട, ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്, അക്കൗണ്ട് പറയുമ്പോൾ ബാങ്കും വരും, അത് പറയുന്നതിന് എന്താ മടി? അതിൽ അപ്പൊ പണം പിരിക്കുക, പിരിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക, ഇത് കോൺഗ്രസിന്റെ ശൈലിയാണ്. ഇപ്പോൾ KA ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഒടുവിൽ ശ്രീ K കരുണാകരൻ, ഇവരുടെയൊക്കെ സ്മാരകം പണിയാൻ വേണ്ടി പിരിച്ച പണം എവിടെയെന്ന് കോൺഗ്രസിൽ തന്നെ പല കാലങ്ങളിൽ പല നേതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീ K കരുണാകരൻ ഈ പട്ടികയിൽ ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നേതാവാണ്. അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 തവണ ഫണ്ട് ശേഖരണം നടത്തി. എവിടെയെങ്കിലും സ്മാരകം ഉണ്ടായോ? അപ്പൊ ഇത് പതിവ് രീതിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ആരോപണവും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല, ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല. പക്ഷെ വയനാട് അങ്ങനെയല്ല. വയനാട്ടിൽ കുറെ കൂടി, വയനാട്ടിലിപ്പോൾ കൊല്ലപ്പെട്ട മനുഷ്യർ, ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, അത് എത്ര ഹൃദയഭേദകമാണ്. മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കേണ്ടി വരിക, DNA സാമ്പിളുകൾ എടുത്ത് സൂക്ഷിക്കുക, ഭാവിയിൽ അസ്ഥിപഞ്ജരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഇതുമായി ഒത്തുനോക്കാൻ. നമുക്കൊന്നും അനുഭവമില്ലാത്ത ഒരു ദുരന്തമല്ലേ അത്? എത്ര വലിയ ദുരന്തമാണ്. അത് പറഞ്ഞ് പണം പിരിക്കുക,
മൃതശരീരം വെച്ച് കാശ് പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചാൽ, ആ പണം പലരുടെയും പോക്കറ്റിലേക്ക് പോയാൽ, അതിൽ മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു അസ്തിത്വമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നു? ഞാൻ ഈ ആരോപണം പിൻവലിക്കാം. കൃത്യമായി ഇത്ര തുക പിരിച്ചു, കൃത്യമായി പറയണം. അങ്ങനെ പറയാത്തതിന്റെ പിന്നിലൊക്കെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പറയണം. അത് ഇന്ന അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറയാം. ഈ കൊടുക്കുന്ന പണത്തിൽ വയനാട്ടിൽ മൺമറഞ്ഞു പോയ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ ചോര പുരണ്ടിട്ടുണ്ട്. ആ കറൻസി, ആ പണം ചിലവഴിക്കപ്പെടുന്നുണ്ട് എന്നത് ഞങ്ങളുടെ ബോധ്യമാണ്. വെറുതെ ബോധ്യം ഉണ്ടാവില്ലല്ലോ. അത് അതെ, തെരഞ്ഞെടുപ്പിൽ ആ പണം ഉപയോഗിക്കുന്നു എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പണം ചെലവഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞവർക്ക് ഓണം ബമ്പർ ലോട്ടറി അടിച്ചോ എന്നാ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ ചെലവഴിക്കുന്ന പണം ലോട്ടറി അടിച്ചതാണ്. ഈ പണം ഇപ്പൊ വൻതോതിൽ കേരളത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാവുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ പരസ്യം കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അവരുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ, പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പണം നൽകാം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കേരളത്തിന് ശീലമില്ലാത്ത കാര്യങ്ങളാണ്, കേരളത്തിന് പരിചിതമല്ലാത്ത രീതികളാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പണക്കൊഴുപ്പിൽ മുക്കിക്കൊല്ലുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ്. ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഈ പണം കൈകാര്യം ചെയ്യുന്നവരുടെ സാന്നിധ്യവും പലരും വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഇടപെടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ട്, അവര് ഇവിടെ ചിരപരിചിതമല്ലാത്ത മുഖങ്ങൾ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആളുകൾ എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.